നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ എന്തെങ്കിലും പുകമറ കൊണ്ട് മറക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് ഏറ്റവും ഉചിതമായ തീരുമാനമാണെന്നും അത് അടഞ്ഞ അധ്യായമാണെന്നും സണ്ണി ജോസഫ്. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മേൽക്കോടതിയിലേക്ക് മാറ്റി. നടപടി PP ദിവ്യയുടെ അഭിഭാഷകന്റെ വാദം അംഗീകരിച്ച്. മട്ടന്നൂർ കോളാരിയിൽ 5 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. കോളാരി സ്വദേശി ഉസ്മാന്റെ മകൻ മുഹിയുദ്ദീനാണ് മരണപ്പെട്ടത്. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. ഓഡിറ്റോറിയം നിർമ്മിച്ചത് CSR ഫണ്ടിൽ നിന്ന് 44,50,000 രൂപ ഉപയോഗിച്ച്. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെ ഭരണപരാജയത്തെ എന്തെങ്കിലും പുകമറ കൊണ്ട് മറക്കാനാവില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ നടപടി എടുത്തു. ഈ നടപടി കോൺഗ്രസിന്റെ മതിപ്പ് വർദ്ധിപ്പിച്ചുവെന്നും സണ്ണി ജോസഫ് MLA കൂട്ടിച്ചേർത്തു. ഞാൻ കോടിക്കണക്കിന് രൂപ വാരിക്കോരി ചെലവഴിച്ച് പിരിവിടത്തും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ചും മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ 2023. അതിന് എത്ര രൂപ ചെലവാക്കി? നവകേരള യാത്ര. എന്താ അതിന്റെ പേര് തന്നെ മറന്നുപോയി. പേര് തന്നെ നിങ്ങളും മറന്നുപോയി, ഞാനും മറന്നുപോയി, ജനങ്ങളും മറന്നുപോയി, മുഖ്യമന്ത്രിയും മറന്നുപോയി. ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിന്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം, ഒരു കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? രണ്ടാമത് മുഖ്യമന്ത്രി വീണ്ടും ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നല്ലോ. ഇപ്പൊ ഒരു തട്ടിപ്പാണിത്, തട്ടിക്കൂട്ടലാണിത്. ജനങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കലാണിത്. ഇതുവരെ ചെയ്യാത്ത. ഇനിയാണോ വികസനം? ഒരു പഞ്ചായത്തിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇനിയാണോ വികസനം? ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയുണ്ട് ഈ സർക്കാരിന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു. അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല. ഈ കോൺഗ്രസ് മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മേൽക്കോടതിയിലേക്ക് മാറ്റി. കേസിന്റെ തുടർ നടപടികൾ ജില്ലാ സെഷൻസ് കോടതിയിലേക്കാണ് മാറ്റിയത്. കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റണമെന്ന് ദിവ്യയുടെ അഭിഭാഷകന്റെ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റണമെന്ന് ദിവ്യയുടെ അഭിഭാഷകന്റെ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുഹമ്മദ് അലി ഷഹഷാദാണ് കേസിന്റെ വിധി പറഞ്ഞത്. തുടരന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിൽ മേൽക്കോടതി തീരുമാനമെടുക്കും. അന്വേഷണം പൂർണ്ണമല്ലെന്നും ഇവരുടെ ഫോൺ കോൾ രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ആരോപിച്ചിരുന്നു. അതേസമയം കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകരുതെന്നും തുടർ അന്വേഷണ ഹർജി നിലനിൽക്കില്ലെന്നുമുള്ള വാദമാണ് ദിവ്യയുടെ അഭിഭാഷകൻ ഉന്നയിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുവാണ് കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതായിരുന്നു ഹർജി. പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതുകളുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുറ്റം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ മറച്ചുവെച്ചുവെന്നതും നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രശാന്തനിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രചരിപ്പിച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു. ഇക്കാര്യം തെറ്റെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്നാൽ ഇക്കാര്യത്തെപ്പറ്റി SIT പ്രത്യേക അന്വേഷണം നടത്തിയില്ലെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. പെട്രോൾ പമ്പിന് NOC നൽകാൻ നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ല. നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടില്ല. ജില്ലാ കളക്ടറുടെ ആദ്യ പ്രതികരണവും മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ജില്ലാ കളക്ടറുടെ ആദ്യ പ്രതികരണത്തെക്കുറിച്ച് SIT അന്വേഷിച്ചില്ലെന്നും മൊഴികൾ അവഗണിച്ചതിലൂടെ അന്വേഷണം SIT അട്ടിമറിച്ചുവെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. തലശ്ശേരി മാഹി ബൈപ്പാസിൽ കൊളശ്ശേരി ടോൾ ബൂത്തിനടുത്ത് നിർത്തിയിട്ട കാറിൽ ലോറി ഇടിച്ച അപകടം. കാർ പൂർണ്ണമായി തകർന്നു. വെള്ളിയാഴ്ച പുലർച്ചോടെയാണ് അപകടം നടന്നത്. തലശ്ശേരി മാഹി ബൈപ്പാസിൽ കൊളശ്ശേരി ടോൾ ബൂത്തിനടുത്താണ് നിർത്തിയിട്ട കാറിൽ ലോറിയിടിച്ച് അപകടമുണ്ടായത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെ മംഗലാപുരം ഭാഗത്തു നിന്നും ഉള്ളിയുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ടോൾ ബൂത്തിനടുത്ത് നിർത്തിയിട്ട മാരുതി ബലേനോ കാറിൽ ഇടിച്ചത്. പിന്നിൽ നിന്നെത്തിയ ലോറി കാറിനെ ഇടിച്ച് ഡിവൈഡറിലേക്ക് പാഞ്ഞു കയറി. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു.
അപകടം നടക്കുന്ന സമയത്ത് വാഹനത്തിനുള്ളിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മട്ടന്നൂർ കോളാരിയിൽ 5 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. കോളാരി സ്വദേശി ഉസ്മാന്റെ മകൻ മുഹീദ്ദീനാണ് മരിച്ചത്. വീട്ടുവരാന്തയിലെ ഗ്രില്ലിൽ പിടിപ്പിച്ചിരുന്ന മിനിയേച്ചർ ലൈറ്റിൽ നിന്നാണ് ഷോക്കേറ്റത്. മൃതദേഹം തലശ്ശേരി ജില്ലാ ആശുപത്രിയിൽ നടപടികൾക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകി. വെണ്ട്രായി AKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് CSR ഫണ്ട് 44,50,000 രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം പണിതത്. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയം രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തിന് മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും അതിന്റെ നേർസാക്ഷ്യങ്ങളാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖല വിദ്യാധനം സർവധന പ്രധാനമെന്ന് പഠിച്ചിട്ടുണ്ട്. ആ വിദ്യാധനത്തിന്റെ സാർവത്രികതയും സമഗ്രതയും പൂർണ്ണമായും നടപ്പിലാക്കി നിർത്താനുമാണ് കേരളം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനം ലഭിച്ചത്. ആ 1ാം സ്ഥാനം ലഭിക്കുന്നതിൽ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ ജനപ്രതി എല്ലാവരും അവരുടേതായ സഹായിക്കുന്ന സ്രോതസ്സുകളിൽ നിന്നൊക്കെ സഹായിച്ചപ്പോൾ ഇന്ത്യ 1ാം സ്ഥാനം കൈവരിക്കാൻ ഇതെല്ലാവരും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ചെറുതും വലുതുമായ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു പ്രവർത്തകരാണ്. എല്ലാം ആ സംവിധാനത്തോടു കൂടിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നോക്കുന്നത് മറ്റു മേഖലകളിലെ ഓരോ മേഖലകളെക്കുറിച്ചും സമയപൂർവ്വം ഞാൻ പറയുന്നത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. അവരാണ് ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പദവിതത്വത്തിൻ്റെയും ഭരണഘടനയുടെയും കാവൽ പടയാളികൾ നിങ്ങളാണ്. ആ നിങ്ങളെ ആ നിലയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയണമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതല്ലാതെ ഇന്നതേ പഠിക്കാവൂ, ഇന്നതേ ഭക്ഷണം കഴിക്കാവൂ, ഇന്നതേ വസ്തു നിൽക്കുക എന്ന് പറയുന്നതല്ല. അപ്പോൾ ചരിത്രം മാറ്റി എഴുതുവാനും ചരിത്ര നായകന്മാരെയും ചരിത്രത്തെയും വക്രീകരിക്കാനും വികലമാക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു നിലപാടുണ്ട് കേരളത്തിൽ. അതിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയും നടത്താൻ ശ്രമിച്ചു. സിലബസ് മാറ്റിയപ്പോൾ ഇന്ത്യയിൽ അർത്ഥത്തിൽ നട്ടലിലുള്ള മുഖ്യമന്ത്രി ഉണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു, ഈ വിദ്യാഭ്യാസ പദ്ധതിയൊന്നും കേരളത്തിൽ നടപ്പിലാക്കിയില്ല. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസിന്റെ CSR ഫണ്ടിൽ നിന്നും 44,50,000 രൂപ വിനിയോഗിച്ചാണ് സ്കൂൾ ഓഡിറ്റോറിയം നവീകരിച്ചത്. സ്കൂളിലെ 2ാം നിലയിൽ നിലവിലുള്ള ഓഡിറ്റോറിയമാണ് ആധുനിക രീതിയിൽ സജ്ജീകരിച്ചത്. ശബ്ദ നിയന്ത്രണ സംവിധാനം, സ്റ്റേജ് ഒരുക്കൽ, പ്രൊജക്ടർ സ്ക്രീൻ, പെർഫെക്റ്റഡ് ജിപ്സം ബോർഡ് ഷീറ്റ് ഉപയോഗിച്ച് ഫാൾ സീലിംഗ്, വാൾ പാനലിംഗ്, ജനലുകൾക്ക് ബ്ലൈൻഡുകൾ തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് സെക്രട്ടറി K. സജിത് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM സജിത, സിവിൽ റൈറ്റ്സ് AGM BS പ്രസാദ്, റൈറ്റ്സ് മുൻ ജനറൽ മാനേജർ PK സുരേഷ്, പിണറായി ഗ്രാമപഞ്ചായത്ത് അംഗം A. ദീപ്തി, AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിത്ത് പുല്ലാപ്പാടി, പ്രധാനാധ്യാപകൻ V. ജയേഷ്, സ്റ്റാഫ് സെക്രട്ടറി NM ബിജോയ്, മദർ PTA പ്രസിഡന്റ് ജസ്ന ലതീഷ്, PTA പ്രസിഡന്റ് ഏലിയൻ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചൊക്ലിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് ഗുരുതര പരിക്ക്. അനുഗ്രഹ്, മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊക്ലി മാരാങ്കണ്ടിയിൽ വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരായ അനുഗ്രഹ്, മിഥുൻ എന്നിവരെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രജിസ്ട്രാർ ഓഫീസ് ഭാഗത്തു നിന്നും പൂക്കോം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും ചൊക്ലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം. ചൊക്ലി പോലീസും സ്ഥലത്തെത്തി. തലശ്ശേരി O. ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് അരങ്ങേറി. ഓണാഘോഷത്തിന്റെ ഭാഗമായി മാവേലിയെ വരവേൽക്കൽ, പുലിക്കളി, ചെണ്ടമേളം, കുട്ടികളുടെ കായിക മത്സരങ്ങൾ, കമ്പവലി, തിരുവാതിര എന്നിവയും നടന്നു.
ഓണസദ്യയും ഉണ്ടായി. അധ്യാപകർ, ജീവനക്കാർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂക്കളമൊരുക്കിയും ഓണസദ്യമൊരുക്കിയുമാണ് ഓണാഘോഷം നടത്തിയത്. വിവിധ കലാപരിപാടികളും നടന്നു. സ്കൂൾ മാനേജർ A. കലേഷ്, PTA പ്രസിഡന്റ് നസീർ ഇടവലത്ത്, പ്രധാനാധ്യാപകൻ K. ജയരാജൻ, മദർ PTA പ്രസിഡന്റ് ജിൻഷ, PTA ഭാരവാഹികളായ സനൽ പറമ്പത്ത്, പ്രശാന്ത്, ഷബാന എന്നിവർ നേതൃത്വം നൽകി. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ത്രിദിന ഓണക്യാമ്പ് ആരവം 2025 തുടക്കമായി. സീനിയർ വിഭാഗത്തിൽ 44 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഗവൺമെന്റ് HSS പിണറായി ഓണം ത്രിദിന ക്യാമ്പ് ആരവം 2025 പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ദീപ്തി അധ്യക്ഷയായി. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ബൈജു മാണിയത്ത്, പിണറായി പോലീസ് സ്റ്റേഷൻ SI PP രൂപേഷ്, പിണറായി HM ഡോക്ടർ V ജയേഷ്, അനിൽ എലിയൻ, ബിനിത, CPOമാരായ പ്രജോഷ് നാറോത്ത്, K സനോജ്, M ജിഷ, പിണറായി സ്റ്റേഷനിലെ DIമാരായ ശ്രുതി, മിഥുൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സുരേന്ദ്രൻ ധർമ്മടം ചെടി നടീൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വിവിധതരം കണ്ടൽ ചെടികളെപ്പറ്റിയും അതിന്റെ വിത്തുകൾ നടുന്ന രീതികൾ, നടേണ്ട സ്ഥലം, സമയം എന്നിവയെപ്പറ്റിയും അദ്ദേഹം കേഡറ്റുകൾക്ക് വിശദീകരിച്ചു. വന്നിട്ട്
വളർന്നു വരുന്ന സത്യമാണെന്നാണ് എന്റെ കാഴ്ചപ്പാട്. അതുമാത്രമല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കടൽ തീരങ്ങളിൽ ഈ വരുന്ന വിത്തിന്റെ വെയിറ്റ് ഒക്കെ ഓരോ രീതിയിലാണ്. ഇതിനെ വെള്ളം പിടിക്കുന്നത് കൊണ്ട് ഇതിനൊക്കെ ഒരുപാട് ഒരു ദിവസം പറഞ്ഞാൽ തീരില്ല. ഈ ഒരൊറ്റ വിത്തിന്റെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. അപ്പൊ ഈ വിത്ത് വെള്ളം പിടിച്ചിട്ട് എവിടെയെങ്കിലും കരയിലേക്ക് വരും. അങ്ങനെ അവിടെ വരും. അപ്പം ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണെങ്കിൽ മണ്ണെടുത്ത് പോയി മണ്ണ് കൊണ്ടിടിഞ്ഞ് ചെയ്യുന്ന രീതിയുണ്ട്. പുഴയും പരിസരവും വൃത്തിയാക്കിയും കണ്ടൽ തൈകൾ വെച്ചുപിടിപ്പിച്ചും കേഡറ്റുകളും അധ്യാപകരും ഡ്രിൽ ഇൻസ്ട്രക്ടർമാരും സുരേന്ദ്രൻ ധർമ്മടത്തിനൊപ്പം കൂടി. പ്രാഥമിക ശുശ്രൂഷ പരിശീലനത്തിന് MLSPമാരായ കെ ലിജ, നവ്യ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ കായിക ദിനത്തിന്റെ ഭാഗമായി ഇന്റർ സ്കൂൾ ഹോക്കി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബ് UTSC, മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ സംയുക്താഭിമുഖ്യത്തിൽ മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ധ്യാൻചന്ദിന്റെ പേരിൽ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ മത്സരത്തിൽ പിണറായി AKG ഹയർ സെക്കൻഡറി സ്കൂളിനെ പരാജയപ്പെടുത്തി മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ ക്രിക്കറ്റ് ഫീൽഡിംഗ് കോച്ച് OV മസർ മൊയ്തു നിർവഹിച്ചു. നാഷണൽ സ്പോർട്സ് ഡേൻ്റെ ഭാഗമായി ഇത്രയും മികച്ച രീതിയിൽ ഒരു ഹോക്കി ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബിനെയും മുബാറക്ക് സ്കൂളിനെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും വളരെ മികച്ച രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് ഹോക്കി ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എല്ലാ ടീമുകളെയും, പ്രത്യേകിച്ച് ചാമ്പ്യൻസ് മുബാറക്ക് സ്കൂളിനെയും ഫൈനലിൽ പൊരുതി തോറ്റ പിണറായി സ്കൂളിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്പോർട്സ് നിങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാം. പ്രത്യേകിച്ചും ഓണം വെക്കേഷനാണ് വരുന്നത്. ഓണം വെക്കേഷൻ നല്ല രീതിയിൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയും നല്ല നല്ല കളിക്കാരെ സംഭാവന ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബിനും നമ്മുടെ തലശ്ശേരിക്കും കണ്ണൂർ ജില്ലയ്ക്കും സാധിക്കട്ടെ. ഞാൻ ഈ ഒരു വേദി AK സക്കറിയ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ C ഹാരിസ് ഹാജി, ഒളിമ്പിക്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PV സിറാജുദ്ദീൻ, ബഷീർ ചെറിയാണ്ടി, ജോൺസൺ മാസ്റ്റർ, തഫ്ലീം മാണിയാട്ട്, KK മഷൂദ്, മുസ്താഖ് കല്ലേരി, AK റാഹിദ്, അമീന നൂറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതകളുടെ പ്രദർശന മത്സരവും നടന്നു. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ടേ പേരുണ്ടേ, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ടേ പേരുണ്ടേ, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം,
BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പല്ലൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബഹ്റൈൻ കമ്മിറ്റി പുന്നോൽ തണൽ ഫൗണ്ടേഷൻ പേഷ്യൻ്റ് എയ്ഡ് യൂണിറ്റിന് നൽകുന്ന ഉപകരണങ്ങളുടെ കൈമാറ്റം നടന്നു. പുന്നോൽ തണൽ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബഹ്റൈൻ കമ്മിറ്റി പുന്നോൽ തണൽ ഫൗണ്ടേഷൻ പേഷ്യൻ്റ് എയ്ഡ് യൂണിറ്റിനാണ് ഉപകരണങ്ങൾ കൈമാറിയത്. ഉപകരണങ്ങളുടെ കൈമാറ്റ ചടങ്ങ് തണൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, ബൈപാപ്പ് മെഷീനുകൾ, സിപാപ്പ് മെഷീനുകൾ, മൾട്ടിഫങ്ഷണൽ ബെഡുകൾ തുടങ്ങി 13 വിവിധ ഉപകരണങ്ങളാണ് കൈമാറിയത്. TMW ഭാരവാഹികൾ ഉപകരണങ്ങൾ പുന്നോൽ തണൽ ഭാരവാഹികൾക്ക് കൈമാറി. അസോസിയേഷൻ പ്രസിഡന്റ് VP അബ്ദുൾ റസാഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 25 വർഷത്തോളമായി ഞങ്ങൾ ബഹ്റൈനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ഇതുപോലുള്ള ഒരു സദസ്സിൽ സംബോധന ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല ആരും. നമ്മൾ കഴിയുന്നത് അവിടെ തന്നെ എല്ലാം
ബഹ്റൈനിൽ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യുകയാണ് പതിവ്. ബഹ്റൈനിൽ നിന്ന് വരുന്ന ഈ നാട്ടിൽ നിന്ന് വരുന്ന കത്തുകളും റിലീഫിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അവർക്ക് സഹായിക്കലാണ് നമ്മുടെ ജോലി. ഇതാദ്യമായിട്ടാണ് ഈ തണലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ഒരുക്കിയത്. തണൽ ചെയ്യാൻ പ്രാപ്തരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അള്ളാഹു അവർക്ക് ഇനിയും കൂടുതൽ പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തണൽ ചെയർമാൻ PM അബ്ദുൽ നാസർ അധ്യക്ഷനായി. ഈ ഒരു സ്റ്റേജിൽ കാണുന്ന ഈ ബഹ്റൈൻ കമ്മിറ്റിയിൽ നിന്ന് കൈമാറുന്ന ഉപകരണങ്ങളല്ലാതെ നമ്മുടെ കയ്യിൽ ഇന്നും ഒന്നും തന്നെ സ്റ്റോക്കില്ല. എല്ലാം വ്യത്യസ്തരായ രോഗികൾ ദീർഘകാലമായി അല്ലെങ്കിൽ അടുത്ത കാലത്തായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു രോഗിക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകിയാൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും എടുക്കും. ചിലപ്പോൾ നേരത്തെ കിട്ടിയെന്ന് വരാം. അപ്പോൾ ഈ രോഗികളുടെ ഈ പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് തണൽ നിരന്തരമായി പുതിയ പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹ്റൈൻ തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ആദരണീയരായ ഭാരവാഹികൾ നമുക്കൊരു വിവരം തരുന്നത്. അവരുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവരുടെ ഒരു സംഖ്യ, നല്ലൊരു സംഖ്യ, ഏതാണ്ട് 6 ലക്ഷം രൂപ പിന്നെ ഏറ്റവും നല്ല എപ്പോഴും പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കണമെന്ന് അവർ തീരുമാനിക്കുകയും അവിടെ എക്സിക്യൂട്ടീവിൽ പലതരത്തിലുള്ള ചർച്ചകൾ, പല സംഘടനകളെ കുറിച്ചും പല പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുകയും ഏറ്റവും ഒടുവിൽ എല്ലാവരുടെയും ഏകകണ്ഠമായ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പുന്നോൽ തണൽ ഫൗണ്ടേഷൻ ആ ഉപകരണങ്ങൾ കൈമാറാൻ അവരവിടെ തീരുമാനിക്കുകയുമാണ് ചെയ്തത്. ഞങ്ങൾക്ക് അതിൽ ഏറെ സന്തോഷമുണ്ട്. വൈസ് ചെയർമാൻ PB ഹംസ സ്വാഗതം പറഞ്ഞു. TNW ഭാരവാഹികളായ TC മുസ്തഫ, PMC മൊയ്തു ഹാജി, ഹസീബ് അബ്ദുൾ റഹ്മാൻ, ഇർഷാദ് ബംഗ്ലാവിൽ, CCF സെക്രട്ടറി നിസാർ പടിപ്പുരക്കൽ, പുന്നോൽ ബൈത്തു സക്കാത്ത് ജനറൽ സെക്രട്ടറി KP റഹീസ്, തണൽ വനിതാ വിംഗ് ട്രഷറർ A തഹ്സിന ടീച്ചർ, മുനീസ് അറിയിലകത്ത് എന്നിവർ സംസാരിച്ചു. A മാബൂട്ടി നന്ദി രേഖപ്പെടുത്തി. EK യൂസഫ്, KP റിയാസ്, CP അഷ്റഫ്, ഹംസ തയ്യൽ, അസ്ഗർ ആന, KV അഷ്കർ, PK നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കൂത്തുപറമ്പ് സമരപോരാളി പുതുക്കുടി പുഷ്പന്റെ 1ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം സെപ്റ്റംബർ 28 ചൊക്ലി മേനപ്പുറത്ത് ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണം നോർത്ത് മേനപ്പുറത്ത് നടന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവജന പ്രകടനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നോർത്ത് മേനപ്പുറം പുഷ്പൻ സ്മൃതി മണ്ഡപത്തിന് സമീപം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ഈ രാജ്യത്തിലെ യുവജന പ്രസ്ഥാനത്തിനാകെ, ഈ രാജ്യത്ത് പുരോഗമനപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആഗ്രഹിക്കുന്ന പോരാളികൾക്കാകെ എന്നും പ്രചോദനമായി, കരുത്തായി സഖാവ് പുഷ്പൻ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ എല്ലാ കാലത്തും കാലാതീതമായി എല്ലാവർക്കും, പുതുതലമുറകൾക്ക് മാത്രമല്ല പഴയ തലമുറക്കും എന്നും കരുത്തും ആവേശവും പകർന്നുകൊണ്ടുള്ള പുഷ്പന്റെ അസാധാരണമായ അസാന്നിധ്യമാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഈ അസാന്നിധ്യത്തിലും ആവേശം പ്രസരിപ്പിക്കാൻ ശേഷിയുള്ള ആ രക്തസാക്ഷിയുടെ സ്മരണയാണ് വരുന്ന 28-ാം തീയതി, സെപ്റ്റംബർ 28-ാം തീയതി നമ്മൾ പുതുക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും പുഷ്പനെ അറിയുന്നവരും പുഷ്പനെ സ്നേഹിക്കുന്നവരുമായ ലക്ഷോപലക്ഷം മനുഷ്യർ ഈ ദിനത്തെ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി തന്നെ നോക്കിക്കാണും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്ന് മേനപ്പുറം എന്ന് പറയുന്നത് പുഷ്പന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്കറിയാം. DYFI ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, PM അഖിൽ, K അനുശ്രീ, NK റൂബിൻ, CPIM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, VK രാകേഷ്, V ഉദയൻ, N അനൂപ്, T ജയേഷ്, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി T ജയേഷ് ചെയർമാനായും കിരൺ കരുണാകരൻ കൺവീനറും V ഉദയൻ ട്രഷററുമായി 151 അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു.
പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നാട്ടുവർത്തമാനം പരിപാടിയിൽ നാടൻ പൂക്കൾ ശേഖരണ മത്സരം സംഘടിപ്പിച്ചു. 18 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പേർ പങ്കെടുത്ത നാടൻ പൂക്കൾ ശേഖരണ മത്സരത്തിൽ 67 ഇനം പൂക്കൾ ശേഖരിച്ച് കെ പ്രകാശൻ 1ാം സ്ഥാനവും 64 ഇനം പൂക്കൾ ശേഖരിച്ച് CT സതി 2ാം സ്ഥാനവും 62 ഇനം പൂക്കൾ ശേഖരിച്ച് VK രേവതി 3ാം സ്ഥാനവും നേടി. 20 പേർ പങ്കെടുത്ത കൊമ്മമടയിൽ മത്സരത്തിൽ കെ പ്രകാശൻ 1ാം സ്ഥാനവും N സതി 2ാം സ്ഥാനവും നേടി. കൊത്തങ്കല്ലുകളി മത്സരത്തിൽ VK രേവതി 1ാം സ്ഥാനവും V മല്ലിക 2ാം സ്ഥാനവും നേടി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, വയോജനവേദി ഭാരവാഹികളായ E രാജൻ, M ശശികുമാർ, നെല്ലിക്ക രാജൻ, KV ചന്ദ്രി, V മല്ലിക, വായനശാല ഭാരവാഹികളായ KP രാമകൃഷ്ണൻ, K സനൽകുമാർ, K വിമല എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 1-ന് വിവിധ വീടുകളിൽ നിന്ന് വയോജനങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണ വിഭവങ്ങൾ ചേർത്ത് വയോജനങ്ങളുടെ ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട്. ചെണ്ടുമല്ലി കൃഷിയിൽ നേട്ടം കൊയ്ത് തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്ക്. 4ാം ഘട്ട ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വിളവെടുപ്പിന്റെ ഉദ്ഘാടനവും സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ജില്ലയിൽ എവിടെ പോയാലും ചെറുതും വലുതുമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ബാങ്കാണെങ്കിൽ മറ്റു പല സ്ഥലത്തും സ്വകാര്യ വ്യക്തികളും സംഘങ്ങളും കൂട്ടായ്മകളും സ്ഥാപനങ്ങളും ഒക്കെ അത് കാർഷിക അടിസ്ഥാനത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന അനുഭവം ഉണ്ടാവും. ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്ത് അഴീക്കോട് സ്ഥലത്ത് ഇപ്പം നമ്മൾ ഗുണ്ടൽപേട്ടിൽ പോകുമ്പോൾ അവിടെ പോയി സെൽഫി എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കണം. അപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാം ഒരുപാട് വാഹനങ്ങളാണ് ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്നത് കണ്ടത്. അപ്പോൾ ആ നിലയിൽ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വേണ്ടി ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ അത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒട്ടേറെ തോട്ടങ്ങൾ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട്. ഇനിയും നമ്മൾ ആവശ്യങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വ്യാപിപ്പിക്കാനുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ് കാർഷിക വികസന ബാങ്ക് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ഇവിടെ നഗരമധ്യത്തിൽ തന്നെ ഒരു നല്ല പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ള കാർഷിക വികസന ബാങ്കിനെ അതിൻ്റെ ഭരണസമിതിയെയും ജീവനക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ പാനൂർ ബ്രാഞ്ചിൻ്റെ കീഴിൽ നേന്ത്രവാഴ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് അതിൻ്റെ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ തരിശുകിടക്കുന്ന ഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാൻ അതിൻ്റെ ഭാഗമായി കർഷകർക്ക് പ്രോത്സാഹനമായി നമുക്കറിയാം കാർഷിക വായ്പകൾ കൊടുക്കുന്ന സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതോടൊപ്പം ഇത്തരത്തിലുള്ള സവിശേഷമായ ഇടപെടൽ കൂടി നടത്തുന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഓണം നമ്മളെല്ലാം മനസ്സിൽ സന്തോഷവും അതുപോലെ തന്നെ ആവേശവും കൊണ്ടുവരുന്ന ഒരു ഉത്സവമാണ്. എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാമ്പത്തിക ശേഷി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരി ടൗൺ ഹാളിന് അടുത്തുള്ള ബാങ്കിന്റെ മട്ടുപ്പാവിൽ 300 ചെടിച്ചട്ടികളിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. നഗരമധ്യത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ കാണാൻ നിരവധി ആളുകൾ സെൽഫി എടുക്കാൻ എത്തിയതോടെയാണ് ബാങ്ക് സെൽഫി പോയിന്റ് ആരംഭിച്ചിട്ടുള്ളത്. ബാങ്കിന്റെ താഴെ മാവേലിയോടൊപ്പം സെൽഫി എടുക്കാനുള്ള സൗകര്യമാണ് വ്യാഴാഴ്ച മുതൽ ബാങ്ക് ഒരുക്കിയിട്ടുള്ളത്. ഈ ഓണക്കാലം സെൽഫി പോയിന്റിലെത്തി ആളുകൾക്ക് സെൽഫി എടുക്കാം. തികച്ചും ജൈവ രീതിയിൽ നടത്തുന്ന കൃഷിക്ക് ബാങ്ക് സെക്രട്ടറി PV ജയൻ, ജീവനക്കാരായ KK മഞ്ജുഷ, ജോർജ് ജെയിംസ്, N ഷാനവാസ്, K റീജ, KE സിനാൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ബാങ്ക് പ്രസിഡന്റ് A അശോകൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KV പവിത്രൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ V ഫിറോസ്, ഡയറക്ടർമാരായ VP നാണു മാസ്റ്റർ, C സജീവൻ, K സുരിജ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PV ജയൻ സ്വാഗതവും
ബ്രാഞ്ച് മാനേജർ OK സുജാത നന്ദിയും പറഞ്ഞു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചൊക്ലി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച ഫോട്ടോഗ്രാഫർ പുഷ്പലതയുടെ 4ാം ചരമവാർഷിക അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ച് മേഖലാ ഷട്ടിൽ ടൂർണമെന്റ് പാനൂർ സ്മാഷ് ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്നു. ഷട്ടിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം PV അനിൽകുമാർ നിർവഹിച്ചു. പ്രതീഷ് പ്രസ് അധ്യക്ഷനായി. മേഖലാ ഷട്ടിൽ ടൂർണമെന്റിന്റെ ഭാഗമായി ട്രോഫി വിതരണം മുഖ്യാതിഥി ഡോക്ടർ യഹിയ ഖാൻ നിർവഹിച്ചു. പാനൂർ മേഖല സംഘടിപ്പിച്ചിട്ടുള്ള പുഷ്പലത അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു കുട്ടികളിലുള്ള കഴിവുകളെ, ജന്മനാലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അതിലൊരു മത്സരം, ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുസ്മരണ ദിവസം കൂടിയ മീറ്റിങ്ങിൽ എടുത്തൊരു തീരുമാനമായിരുന്നു. നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പുഷ്പലത എന്നും ഓർക്കപ്പെടണം. ഞാനും പുഷ്പലതയും സഹോദരിയും സഹോദരനാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-35 വർഷം മുമ്പ് എനിക്ക് പെരിങ്ങത്തൂരിന് വീട് കിട്ടിയതാണ് പുഷ്പലത. അന്ന് മുതലുള്ള ആ ഒരു സ്നേഹബന്ധം ഒരു ഏട്ടനായിക്കൊണ്ട് മരിക്കുന്നത് വരെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അധ്യക്ഷൻ പറഞ്ഞത് വിളിക്കുമ്പോഴൊക്കെ വരുന്നു എന്ന് പറയുന്നത്. എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഇപ്പോഴാണ്, അന്ന് എനിക്ക് കഴിഞ്ഞില്ല, ഇപ്പോഴാണ് എനിക്ക് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്നെ വിളിക്കുമ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ അത് അവളോട് ചെയ്യുന്നൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലത ഒരു ടൈൽസ് എടുക്കുമ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇത് മതിയോ, ഇത് എടുക്കാൻ പറ്റുമോ? ഒരു കല്യാണക്കാര്യം നടന്നപ്പോൾ, മോളെ കല്യാണക്കാര്യം നടക്കുമ്പോൾ എന്നെ അറിയിച്ചു. കാരണം അവൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്ത് പുഷ്പലത വരാനുണ്ടായ കാരണം. ലതയ്ക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു, ഒരുപാട് കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പോഴൊരു ലീഡർ സ്ഥാനത്ത് നിങ്ങൾ അവരെ ഓർക്കാനുണ്ടായ കാരണങ്ങളൊക്കെ. ലത ഒരുപക്ഷെ നിങ്ങളുടെ അസോസിയേഷനെ ഒരുപാട് കാലത്തെ നല്ല ഒരുപാട് ഓർക്കപ്പെടാനുള്ള അറിവുകളും അനുഭവങ്ങളൊക്കെ സമ്പത്ത് നിങ്ങൾക്ക് ദാനം ചെയ്തുകൊണ്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. ബാഡ്മിന്റൺ മത്സരത്തിൽ പാനൂർ യൂണിറ്റിലെ റോജി ധനേഷ് എന്നിവർ 1ാം സ്ഥാനം നേടി. ചൊക്ലി യൂണിറ്റിലെ പ്രതീഷ് പ്രസ്, പ്രണവം പ്രമോദ് എന്നിവർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ബാബുരാജ് കുന്നോത്തുപറമ്പ്, രാജേഷ് പാലക്കുൽ, CV രജിത്ത്, ശരത് CV എന്നിവർ സംസാരിച്ചു. വർണ്ണന ശ്രീജിത്ത് സ്വാഗതവും ഷിജു പാറാട്ട് നന്ദിയും പറഞ്ഞു. പുഷ്പലതയുടെ സ്മരണയ്ക്കായി പാനൂർ മേഖലയിലെ 3 യൂണിറ്റുകളായ ചൊക്ലി യൂണിറ്റ്, പാനൂർ യൂണിറ്റ്, പാറാട്ട് യൂണിറ്റ് എന്നിവയിൽ നല്ല സംഘടനാ പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഡോക്ടർ യഹിയ ഖാൻ സമ്മാനിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ,
ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത്. സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റ് കാഡറ്റുകൾ തലശ്ശേരി ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം, ഗേൾസ്, ബോയ്സ് ആൻഡ് ആഫ്റ്റർ കെയർ ഹോം സന്ദർശിച്ചു. കുട്ടികൾക്ക് ഓണക്കോടിയും സമ്മാനിച്ചു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റ് കേഡറ്റുകൾ തലശ്ശേരി ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം, ഗേൾസ് ആൻഡ് ബോയ്സ് ആഫ്റ്റർ കെയർ ഹോം സന്ദർശിച്ച് കുട്ടികൾക്ക് ഓണക്കൊടി സമ്മാനിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നല്ല ജീവിതത്തെക്കുറിച്ച്, ആ നല്ല ജീവിതത്തെക്കുറിച്ചും നല്ല സ്വപ്നങ്ങൾ കാണുമ്പോഴേ നമ്മുടെ ഓണം അതൊരു സന്ദേശമായിട്ടാണ് നമ്മോട് പറയുന്നത്. അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ഇതിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഓണം എന്ന് പറയുന്നത് സ്ഥിതി സമത്വ വ്യവസ്ഥയുടെ ഒരു സന്ദേശം കൂടിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരികയും ചവിട്ടിത്താഴ്ത്തപ്പെട്ടവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരികയും കൂടെ ചെയ്യുന്ന ഒരു വലിയ മഹത്തായ സന്ദേശമാണ്. അതിൽ നമ്മുടെ NCC രാമവിലാസിന്റെ നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞ് ഞാനെന്തോ ചെയ്തു, ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. റാവിദ് മാഷെന്നെ വിളിച്ചു ചോദിച്ചപ്പോ ഞാനത് സൂപ്രണ്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്തു എന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു പ്രവൃത്തി, സന്തോഷമുള്ളൊരു പ്രവൃത്തി. തീർച്ചയായും നമുക്ക് സന്തോഷമുണ്ടാവുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലേ? നമുക്ക് എമ്പതി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഞാൻ ഈയിടെ വായിച്ചൊരു കവിതയുണ്ട്, എന്താണെന്ന് അറിയും. അതിലിങ്ങനെയാണ് പറയുന്നത്: എന്റെ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ദൈവം എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് എന്ത് വരം വേണമെന്ന്. ഞാൻ പറഞ്ഞു, മണ്ണിലിഴയുന്ന പുഴുവിനെ പൂമ്പാറ്റയാക്കുന്ന വിദ്യ എനിക്ക് കിട്ടണം. എന്നിട്ട് കവി പറയുകയാണ്, മണ്ണിലിഴയുന്ന പുഴുവിന് ചിറകുകൾ വെച്ചുകൊണ്ട് ആകാശത്തേക്ക് പറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്താ അർത്ഥമെന്നാണ്. സ്കൂൾ പ്രധാനാധ്യാപിക N. സ്മിത അധ്യക്ഷയായി. ചിൽഡ്രൻസ് ബോയ്സ് ഹോം സൂപ്രണ്ട് മുഹമ്മദ് അഷ്റഫ്, NCC ഓഫീസർ TP രാവിദ്, ഹവിൽദാർ ജയരാമൻ, K. ഉദയകുമാർ, പ്രദീപൻ നരോത്ത് എന്നിവർ സംസാരിച്ചു. ചിൽഡ്രൻസ് വെൽഫെയർ ഇൻസ്പെക്ടർ ഷിജു സ്വാഗതവും ഗേൾസ് ഹോം സൂപ്രണ്ട് ജിബിദാസ് നന്ദിയും പറഞ്ഞു. കൂത്തുപറമ്പ് മഹോത്സവത്തിനും ഓണം ഫെസ്റ്റിനും തുടക്കമായി. പാറൽ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ഷീല നിർവഹിച്ചു. കൂത്തുപറമ്പ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ഷീല നിർവഹിച്ചു. പാലരുവി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സ്റ്റാൾ, സർക്കാർ സ്ഥാപനമായ കാപെക്സ് സ്റ്റാൾ എന്നിവയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി പനോളി ബൻസൻ നിർവഹിച്ചു. ചെയർമാൻ K. ബിജു മാത്യു,
ഡയറക്ടർമാരായ NS പ്രസന്നകുമാർ, KN ചാന്ദിനി, CEO ചാൻലി ചോക്കോ എന്നിവർ പങ്കെടുത്തു. മഹോത്സവത്തിന്റെ ഭാഗമായി അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയ്ക്കും തുടക്കമായി. 300 അടി നീളത്തിലാണ് ടണൽ ആൻഡ് ടണൽ ഷോ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കാർഷിക മേള, സെൽഫി കോർണർ, മൈസൂർ പാലസ് മിനിയേച്ചർ, ഫുഡ് കോർട്ട്, മാരുതി മരണക്കിണർ, വിആർ ഷോ, ഗോസ്റ്റ് ഹൗസ്, 50ലധികം വിപണന സ്റ്റാളുകൾ, അഗ്രി ടൂൾസ് ആൻഡ് മെഷീനറി എക്സ്പോ, പ്രശസ്തരായ കലാകാരന്മാരുടെ കലാപരിപാടികൾ, EV വെഹിക്കിൾ എക്സ്പോ, ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും കൂത്തുപറമ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 15 വരെയാണ് മഹോത്സവം. ഉച്ചയ്ക്ക് 3 മണി മുതൽ 10 വരെയാണ് പ്രവേശനം. അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതലും പ്രവേശനം നൽകും. വിവിധ രാജ്യങ്ങളിൽ മത്സ്യം വിപണനം ചെയ്യുന്ന സീബറി ഫുഡ്സ് പൂക്കോട് പാനൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. 50ലധികം മത്സ്യ വൈവിധ്യങ്ങളുമായുള്ള സീബറി പൂക്കോട് ശാഖ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന കൂത്തുപറമ്പ് നഗരസഭാധ്യക്ഷ V. സുജാത ടീച്ചർ നിർവഹിച്ചു. ആരോഗ്യ സുരക്ഷിതമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഏറ്റവും വൃത്തിയോടെ ന്യായമായ വിലയിൽ വിവിധതരം മത്സ്യങ്ങൾ, ചിക്കൻ, മട്ടൺ, ബീഫ് തുടങ്ങിയവയെല്ലാം ഫ്രൈ കട്ട്, കറിക്കട്ട്, ബിരിയാണി കട്ട്, ചില്ലി കട്ട്, സ്കിൻ ഓഫ് ആൻഡ് ബോൺലെസ് ഫിഷസ് എല്ലാം ഇവിടെ ലഭ്യമാകുമെന്ന് സീബറി ഫുഡ്സ് മാനേജിംഗ് ഡയറക്ടർ ഷാജി മാത്യു പറഞ്ഞു. സീബറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ക്വാളിറ്റി എന്ന് നമ്മൾ പറയില്ല. അപ്പം നമ്മൾ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനസ്സിൽ വരുന്നത് രുചി, നിറം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് സേഫ്റ്റി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സേഫാണ്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ, നമ്മൾ കഴിക്കാൻ പറ്റുമോ, അത് കഴിച്ചാൽ അസുഖങ്ങളുണ്ടാവുമോ. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് മൂന്നും കൂടെ ചേർന്നതാണ്. രുചി, നിറം അല്ലെങ്കിൽ മണം, പിന്നെ സേഫ്റ്റി. അത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേഫ്റ്റി. ഈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് നൂതനമായ ഫാക്ടറിയിലാണ്. നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൺ കമ്പനീസ് ഉണ്ട് 5 രാജ്യങ്ങളിൽ. അവിടേക്ക് പോകുന്ന അതേ പ്രോഡക്റ്റുകൾ തന്നെയാണ് സീബറി എന്ന ബ്രാൻഡിൽ നമ്മൾ ഇന്ത്യയിൽ ഹോട്ടലുകളിലേക്കും റെസ്റ്റോറൻറ്റുകളിലേക്കും വീടുകളിലേക്ക് എത്തിക്കുക. ഇതേ പ്രോഡക്റ്റാണ് നിങ്ങൾ അയർലൻഡിൽ ചെന്നാലും UK ചെന്നാലും ജർമ്മനി ചെന്നാലും കാണുക. ഒരു വ്യത്യാസവും ഇല്ല. ഒരേ പേരിൽ ഒരേപോലെയുള്ള പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത് ഒരു മോശമായ പ്രോഡക്റ്റ് എന്ന രീതിയിലല്ല. ഈ പ്രോഡക്റ്റുകളെല്ലാം ഞങ്ങൾ ഫിഷർമാൻ്റെ അടുത്ത് ഡയറക്റ്റ് എടുക്കുന്നതാണ്. ന്യായമായ വില കൊടുത്ത് ഏറ്റവും നല്ല രീതിയിലെടുത്ത് ഞങ്ങളുടെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് IKF പോലുള്ള മെഷീനറീസ് ഉണ്ട്, ഇൻഡിവിജ്വലി ഫ്രോസൺ. അത് നമ്മൾ ഈ പ്രോഡക്റ്റ്സ് ആ മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15-20 മിനിറ്റിനുള്ളിൽ ഫ്രീസ് ചെയ്ത് പുറത്തിറങ്ങും. അത് നേരെ പാക്ക് ചെയ്ത് -18 ഡിഗ്രീസുള്ള കോൾഡ് സ്റ്റോറിൽ സൂക്ഷിച്ച് ശീതീകരിച്ച വണ്ടികളിലൂടെയും സംവിധാനത്തിലൂടെയും നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുക, വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് ഞങ്ങളുടെ ദൗത്യം. അതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കണ്ണൂരിലേക്ക് വന്ന് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ല പ്രോഡക്റ്റുകൾ ഏറ്റവും നല്ല വിലയ്ക്ക് നിങ്ങൾ വീട്ടുപടികളിൽ എത്തിക്കാനും നിങ്ങളുടെ ഹോട്ടലുകളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ആവുന്ന ശ്രമിക്കുന്നതാണ്. വാർഡ് കൗൺസിലർ P. ശ്രീലത, സൗത്ത് സോണൽ മാനേജർ V. ബിനു, കണ്ണൂർ ASM സ്വരാജ്, കോഴിക്കോട് ASM ഹാഷിം തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ എന്തെങ്കിലും പുകമറ കൊണ്ട് മറക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് ഏറ്റവും ഉചിതമായ തീരുമാനമാണെന്നും അത് അടഞ്ഞ അധ്യായമാണെന്നും സണ്ണി ജോസഫ്.
മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മേൽക്കോടതിയിലേക്ക് മാറ്റി. നടപടി PP ദിവ്യയുടെ അഭിഭാഷകന്റെ വാദം അംഗീകരിച്ച്. മട്ടന്നൂർ കോളാരിയിൽ 5 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. കോളാരി സ്വദേശി ഉസ്മാന്റെ മകൻ മുഹിയുദ്ദീനാണ് മരണപ്പെട്ടത്. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. ഓഡിറ്റോറിയം നിർമ്മിച്ചത് CSR ഫണ്ടിൽ നിന്ന് 44,50,000 രൂപ ഉപയോഗിച്ച്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.